ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാർജയാണ്. ഒരു ഷാർജ പറഞ്ഞിട്ടുണ്ട്, 2 പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷാർജ എടുക്കാം, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം. ബൂസ്റ്റ് നമ്മൾ ഒരു ഷാർജയ്ക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ഇടുക. പിന്നെ ഹോർലിക്സ് നമ്മൾ ഇടുന്നുണ്ട്, ഒരു 1/2 പാക്കറ്റ് മതി ഒരു ഷാർജയ്ക്ക്. പിന്നെ നമ്മൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മധുരം ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ, കുറച്ച് മധുരം ഇട്ടു. നമ്മളിനി ഒരു ഷാർജയ്ക്ക് 1/2 പാക്കറ്റ് പാൽ ഒഴിക്കാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ പാൽക്കട്ട ഇട്ട് ഇനി നമുക്ക് പഴം ഇടാൻ പറയുന്നത്. പഴം നമ്മൾ ഒരെണ്ണത്തിന് ഒരു ഷാർജയ്ക്ക് ഹാഫ് എടുക്കത്തുള്ളൂ കേട്ടോ, ഒരെണ്ണം ഫുൾ എടുത്തില്ലേ, ഹാഫാണേ. അടിച്ചു വെച്ചേക്കുന്ന ഷാർജ നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഡിസൈനൊന്നും ഇല്ല അധികം, ഏതായാലും ഒരു എന്തൊക്കെയോ അടിച്ചു വെച്ചിട്ട് നമ്മൾ ഷാർജ അങ്ങനെ ഒഴിച്ചു. ഇനി നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഐസ്ക്രീം സ്കൂപ്പ് വേണം. നമ്മളിനി ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുക്കാൻ പോകാം. പാലില പൊട്ടിക്കാമല്ലോ ചേച്ചി. കൊടുത്തിട്ടു എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ചേച്ചിയെ കോഫി തേണ്ടേ, കോഫി തേണ്ടേ. അപ്പൊ എത്ര ആവും? അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണം, കസ്റ്റമറിന് കൊടുത്തിട്ട്. ഇതാ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ. ചേച്ചിയെ പൈനാപ്പിൾ വേണോ ഷാർജ വേണോ? പറ ഇത് എന്തോ വേണ്ടേ, എന്ത് വേണമെന്ന് പറ. ഇല്ല, പൈനാപ്പിൾ ജ്യൂസ്. അപ്പം ഷാർജയുടെ ബാക്കി എനിക്കും, പൈനാപ്പിൾ ജ്യൂസിൻ്റെ ബാക്കി ചേച്ചിക്കും. ഓക്കെ.